all these days we are meditating upon the purpose of the church in this world. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ലോകത്തിൽ സഭയുടെ പദ്ധതി എന്താണെന്ന് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Why did God establish his church in this world? എന്തുകൊണ്ടാണ് ദൈവം ഈ ലോകത്തിൽ തന്റെ സഭയെ സ്ഥാപിച്ചത്? And we learned 3 reasons or the 3 purpose of the church in this world. നാം ഈ ലോകത്തിൽ സഭയ്ക്കുള്ള 3 പദ്ധതികൾ 3 കാരണങ്ങൾ പഠിക്കുവാനായി തീർന്നു. Number 1, to serve God. ഒന്നാമത്തെ പദ്ധതി എന്നത് ദൈവത്തെ സേവിക്കുക. Number 2, to serve one another or the body of Christ. രണ്ടാമത്തേത് ദൈവത്തിന്റെ സഭയാം ശരീരത്തെ സേവിക്കുക എന്നതാണ്. Number 3 is to serve this world. മൂന്നാമത്തേത് ഈ ലോകത്തെ സേവിക്കുക. And we are looking into different aspects of how we can serve God. എങ്ങനെ നമുക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് വിവിധ തലങ്ങൾ നാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. We learned a couple of things last few days. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം ചില കാര്യങ്ങൾ പഠിക്കുവാനായി തീർന്നു. We learned that we can serve God by loving him. നാം അവനെ സ്നേഹിക്കുന്നതിലൂടെ അവനെ സേവിക്കാൻ സാധിക്കുമെന്ന് പഠിച്ചു. Secondly, we learned that we can serve him by obeying him. അവനെ അനുസരിക്കുന്നതിലൂടെ നമുക്ക് അവനെ സേവിക്കാൻ സാധിക്കുമെന്ന് പഠിച്ചു. And thirdly, we learned that we can serve him by worshiping him. അവനെ ആരാധിക്കുന്നതിലൂടെ അവനെ സേവിക്കാൻ സാധിക്കുമെന്ന് മൂന്നാമതായി നാം പഠിച്ചു. So this morning I would like to continue to meditate upon that issue, or the third point, how we can serve God by worshiping him. ഇന്ന് പകൽക്കാലം ആ മൂന്നാമത്തെ പോയിന്റിൽ അവനെ സേവിക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് അവനെ ആരാധിക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് അവനെ സേവിക്കാൻ സാധിക്കുമെന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. Many people think that our God is a God who is crazy after worship. നമ്മൾ പലരും ചിന്തിക്കാറുണ്ട് നമ്മുടെ ദൈവം ഒരു ആരാധനാ കൊതിയനാണെന്ന്. Certainly not. ഒരിക്കലുമല്ല. If that, and people used to say that man was created to worship God. പലരും പറയാറുണ്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. Certainly not. ഒരിക്കലുമല്ല. If the worship was the only reason of creation of mankind, there were angels worshiping God. മനുഷ്യരെ സൃഷ്ടിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലുമല്ല. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ധാരാളം ദൈവദൂതന്മാർ സ്വർഗ്ഗത്തിലുണ്ട്. The angels were worshiping God in a more glorious way than what we can do now. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ഇപ്പോൾ സാധിക്കുന്നതിലും അധികമായി മഹത്വകരമായി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവദൂതന്മാർക്ക് സാധിക്കും. Because we are in a mortal body, so we have limitations to worship God. എന്തുകൊണ്ടെന്നാൽ നാം നശ്വരമായ ശരീരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട്. After a couple of hours of worship we get tired. ചില മണിക്കൂറുകളുടെ ആരാധനയ്ക്ക് ശേഷം നാം ക്ഷീണിച്ചു പോകാറുണ്ട്. Because we have a physical and mortal body. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഭൗതികവും നശ്വരവുമായ ശരീരമാണ് ഉള്ളത്. But angels are not like that. പക്ഷേ ദൂതന്മാർ അങ്ങനെയല്ല. They don't have a mortal body. അവർക്ക് നശ്വരമായ ഒരു ശരീരമല്ല. And their worship is more glorious, and they worship God 24 hours a day. അവരുടെ ആരാധന എന്നത് വളരെ മഹത്വകരമായ ആരാധനയാണ്. അവർ 24 മണിക്കൂർ നിരന്തരമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. So worship was not the reason of the creation of mankind. മനുഷ്യരെ സൃഷ്ടിച്ചത് ആരാധനയ്ക്ക് വേണ്ടി മാത്രം ആയിരുന്നില്ല. But God expects worship from his creation. പക്ഷേ ദൈവം തന്റെ സൃഷ്ടിയിൽ നിന്ന് ആരാധന പ്രതീക്ഷിക്കുന്നു. So because worship is the thumb impression of God in every human being. ഓരോ മനുഷ്യനിലും ദൈവത്തിന്റെ വിരൽ അടയാളമാണ് ആരാധന എന്നത്. That's why if you go to any culture you can see people worshiping God. അതുകൊണ്ടാണ് നാം ഏത് സംസ്കാരം പാലിക്കുന്നവരുടെ ചെന്നാലും അവർ ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാൻ സാധിക്കും. Don't misunderstand, it is not only the Christians who worship God. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ക്രിസ്ത്യാനികൾ മാത്രമേ ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ. Don't misunderstand, it's only the Pentecostals who worship God. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് പെന്തക്കോസ്തുകാർ മാത്രമേ ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ. Bible says the whole creation worships God. ദൈവവചനം പറയുന്നു സകല സൃഷ്ടിയും ദൈവത്തെ ആരാധിക്കുന്നു. In Psalm 150 we read the sun and moon worship God. സങ്കീർത്തനം 150 സങ്കീർത്തനത്തിൽ പറയുന്നു സൂര്യനും ചന്ദ്രനും അവനെ ആരാധിക്കുന്നു. The stars worship the God. നക്ഷത്രങ്ങൾ അവനെ ആരാധിക്കുന്നു. The birds worship God. പക്ഷികൾ അവനെ ആരാധിക്കുന്നു. The plants worship God. സസ്യലതാദികൾ അവനെ ആരാധിക്കുന്നു. All creation worship God. സകല സൃഷ്ടിയും ദൈവത്തെ ആരാധിക്കുന്നു. So worship is the thumb impression of God in every creation. ഓരോ സൃഷ്ടിയിലും ദൈവത്തിന്റെ വിരൽ അടയാളമാണ് ആരാധന എന്നത്. So this morning I would like to meditate upon why should we worship God. ഇന്ന് പകൽക്കാലം നാം എന്തിന് ദൈവത്തെ ആരാധിക്കണം എന്ന വിഷയത്തിൽ നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. Is it necessary that we have to worship God?
ദൈവത്തെ ആരാധിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണോ? Or is it optional? അതോ വേണമെങ്കിൽ മാത്രം മതിയോ? Certainly not. It is not optional. ഒരിക്കലുമല്ല, വേണമെങ്കിൽ മാത്രം പോരാ. This morning I would like to teach you 4 reasons why we should worship God. ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ എന്തിന് ആരാധിക്കണം എന്നുള്ളതിൽ 4 കാരണങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. With the limited time I have, I am very focused and I would like to teach you, so be very careful and sensitive. വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ വളരെയധികം സൂക്ഷ്മതയോടെ ആ 4 കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Number 1. ഒന്നാമത്തേത്, worship is an expression of gratitude towards God. ദൈവത്തോടുള്ള നന്ദി സൂചകമാണ്, നന്ദിയെ പ്രകടിപ്പിക്കുന്നതാണ് ആരാധന എന്ന്. What is worship? എന്താണ് ആരാധന? Worship is the expression of our gratitude towards God. ആരാധന എന്നത് ദൈവത്തിന് നമ്മോടുള്ള നന്ദിയെ പ്രകടിപ്പിക്കുന്നതാണ്. You know, God has done such a wonderful things in our life. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. You know why we have to be grateful to God? എന്തുകൊണ്ട് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം? Number 1, he has given you life. ഒന്നാമത്തേത്, അവൻ നിനക്ക് ജീവനെ നൽകി തന്നു. He created you. അവൻ നിന്നെ സൃഷ്ടിച്ചു. He gave you health. അവൻ നിനക്ക് ആരോഗ്യം തന്നു. He gave you free oxygen to breathe. അവൻ നിനക്ക് സൗജന്യമായി ഓക്സിജൻ നിനക്ക് ശ്വസിക്കാൻ പ്രാണവായു തന്നു. He gave you sound mind. അവൻ നിനക്ക് സുബോധം തന്നു. There are innumerable reasons why we should be grateful to God. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കേണ്ടതിന് അസംഖ്യമായ കാരണങ്ങൾ നമുക്കുണ്ട്. You know, you are with a good healthy body now. നമ്മളിപ്പോൾ നല്ല ആരോഗ്യമുള്ള ശരീരത്തോടുകൂടിയാണ് ആയിരിക്കുന്നത്. You are not a handicapped person. നിങ്ങളൊരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയല്ല. There are so many reasons that we have to be grateful to God. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കേണ്ടതിന് ധാരാളം കാരണങ്ങളുണ്ട്. How can we grateful to God? What is the expression of our gratitude? നമ്മുടെ നന്ദിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും? It is worship. അത് ആരാധനയിലൂടെയാണ്. So worship is not a religious duty. ആരാധന എന്നത് ഒരു മതപരമായ ചടങ്ങല്ല. It is not a religious duty. അതൊരിക്കലും മതപരമായ ചടങ്ങല്ല. It is an expression of my gratitude towards God. അവനോടുള്ള എൻ്റെ നന്ദി പ്രകടനമാണ് ആരാധന. That is not a religious duty. അതൊരിക്കലും മതപരമായ ചടങ്ങല്ല. Don't come to worship here as a part of your religious duty. ഒരു മതപരമായ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഒരിക്കലും നിങ്ങൾ ഇവിടെ കടന്നു വന്ന് ആരാധിക്കരുത്. If you are coming over here as a part of the religious duty, you will get bored soon. നിങ്ങളൊരു മതപരമായ ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവിടെ കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾ വളരെ വേഗം ക്ഷീണിച്ചു പോകും, തളർന്നു പോകും. And you don't want to be over here. നിങ്ങൾ ഒരിക്കലും ഇവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കില്ല. Your eyes will be always on your wristwatch. നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ വാച്ചിലോട്ടായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. Because you are here for a religious duty. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരു മതപരമായ ചടങ്ങിന് വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. But Christian worship is not a religious expression of religious duty. ഒരിക്കലും ക്രിസ്തീയ ആരാധന എന്നത് ഒരു മതപരമായ ചടങ്ങിന്റെ ഭാഗമല്ല, പ്രകടനമല്ല. Christian worship is an expression of gratitude towards God. ക്രിസ്തീയ ആരാധന എന്നത് ദൈവത്തോടുള്ള നമ്മുടെ നന്ദിയുടെ പ്രകടനമാണ്. So let me ask you one thing this morning. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. Why are you here this morning here? ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്? Why did you spend your time and money to be over here? നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? Is it out of gratitude? നിങ്ങളുടെ നന്ദി മൂലമാണോ? Or obligation? അതോ നിങ്ങളുടെ കടമ മൂലമാണോ? Is it out of obligation or out of gratitude? ഒരു കടമ നിറവേറ്റുന്നതിന് വേണ്ടിയാണോ അതോ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി കൊണ്ടാണോ? Sometimes I travel miles and miles to meet some of my friends. ചിലപ്പോൾ എന്റെ കൂട്ടുകാരെ കാണുന്നതിന് വേണ്ടി ഞാൻ ധാരാളം മൈലുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. It was not obligation, അതൊരു കടമയായിരുന്നില്ല, but out of gratitude. അത് നന്ദിയുടെ പ്രകടനമായിരുന്നു. Because I knew what that friend has done in my life. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാമായിരുന്നു എന്റെ ജീവിതത്തിൽ ആ കൂട്ടുകാരൻ, എന്റെ സഹപാഠി എന്ത് എനിക്ക് വേണ്ടി ചെയ്തു, what he has done in my life so that I can be in this position now. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം, ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനം അവൻ എന്റെ ജീവിതത്തിൽ ചെയ്തതുകൊണ്ടാണ്. So whenever I get a chance to go and meet him, എപ്പോഴൊക്കെ ഞാൻ അവനെ ചെന്ന് കാണുവാൻ എനിക്ക് സാഹചര്യം ലഭിക്കുന്നു, I make use of every opportunity. ആ സാഹചര്യങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കും. Why? എന്തുകൊണ്ട്? That is an expression of my gratitude towards him. അവനോടുള്ള എന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. That's what the Bible says. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, don't ignore the assembly of God. ഒരിക്കലും സഭായോഗത്തെ അലക്ഷ്യമായി വിചാരിക്കരുത്. So dear brothers and dear sisters, when you ignore the assembly of God, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ സഭായോഗങ്ങൾ അലക്ഷ്യമായി വിചാരിക്കുമ്പോൾ, when you miss every opportunity that God gives you to come and worship him, അവനെ ആരാധിക്കുവാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, that shows that you are not grateful to God. നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് വിളിച്ചു കാണിക്കുക നിങ്ങൾ ദൈവത്തോട് നന്ദിയില്ലാത്തവരാണെന്നാണ്. So the first and foremost thing you have to understand about worship is an expression of your gratitude towards God. ഒന്നാമത്തെ കാര്യം എന്നത് നിങ്ങൾ ആരാധന എന്തെന്ന് മനസ്സിലാക്കണം. ആരാധന എന്നത് ദൈവത്തോടുള്ള നിങ്ങളുടെ നന്ദിയുടെ പ്രകടനമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ആയിരിക്കണം. Secondly, രണ്ടാമതായി worship is an acknowledgement of God's greatness. ദൈവത്തിന്റെ മഹത്വത്തെ വലിപ്പത്തെ അറിയുന്നതായിരിക്കണം ആരാധന. Dear brothers and dear sisters, പ്രിയ സഹോദരി when സഹോദരന്മാരെ, you worship God, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ you acknowledge the greatness of God. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിഞ്ഞിരിക്കണം. You acknowledge the greatness and magnanimity of God. ദൈവത്തിന്റെ വലിപ്പത്തെ മഹത്വത്തെയും അറിഞ്ഞിരിക്കണം. നീ അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. You acknowledge it. നിങ്ങൾ അത് അംഗീകരിക്കണം. That your God is a great God. നിങ്ങളുടെ ദൈവം മഹത്വകരമായ ദൈവമാണ്. He is worthy to be worshipped. ആരാധിപ്പാൻ യോഗ്യനാണ്. He alone is great and high. അവൻ മാത്രം ഉന്നതനും അവൻ മാത്രം മഹത്വകരമാണ്. So secondly, when you worship God, രണ്ടാമതായി അവനെ ആരാധിക്കുമ്പോൾ, when I bow down before him, അവന്റെ മുമ്പിൽ നാം കുമ്പിടുമ്പോൾ, when I raise my hands before him, അവന്റെ മുമ്പിൽ കൈകളെ വിടർത്തുമ്പോൾ, I acknowledge the greatness of God. അവന്റെ മഹത്വത്തെ ഞാൻ അംഗീകരിക്കുക. I say, God, you are great. ഞാൻ പറയുകയാണ്, ദൈവമേ നീ മഹാനാണ്. I acknowledge the greatness of God. ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കുക. So dear brothers and dear sisters, പ്രിയ സഹോദരി let me സഹോദരന്മാരെ, tell you something this morning. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. What do you do in worship? നിങ്ങൾ ആരാധനയിൽ എന്താണ് ചെയ്യുന്നത്? Why are you here this morning? എന്തുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്? Have you acknowledged the greatness and the magnitude of God? ദൈവത്തിന്റെ വലുപ്പത്തെയും മഹത്വത്തെയും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? Do you know who he is? അവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? Do you know what he has done for you? നിങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാമോ? Do you know why he is doing all these things to you? എന്തുകൊണ്ടാണ് നിനക്ക് വേണ്ടി അവൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? Do you know why he has healed your sickness? എന്തുകൊണ്ടാണ് നിങ്ങളുടെ രോഗത്തെ അവൻ Do സൗഖ്യമാക്കുന്നത് you know നിങ്ങൾക്ക് why അറിയാമോ? he has protected you from that accident you had recently? നിനക്ക് ഈ കഴിഞ്ഞ സമയത്തുണ്ടായ അപകടത്തിൽ നിന്ന് അവൻ നിന്നെ എന്തുകൊണ്ട് സംരക്ഷിച്ചു എന്ന് അറിയാമോ? Have you ever acknowledged the greatness of God this morning? ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? Have you ever acknowledged the greatness of God? നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ വലിപ്പത്തെ എപ്പോഴെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, in worship, ആരാധനയിൽ when we worship God, നാം ദൈവത്തെ we ആരാധിക്കുമ്പോൾ acknowledge the greatness of നാം God. ദൈവത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കുക. How great he is. അവൻ എത്രമാത്രം വലിയവനാണ്. How great he അവൻ is. എത്രമാത്രം My മഹത്വമേറിയവനാണ്. worship declares to the world that my God is great and worthy to be worshipped. എന്റെ ആരാധന ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനും മഹത്വകരമായവനാണ്. Thirdly, മൂന്നാമത്, worship is an expression of our submission to God. നമ്മുടെ സമർപ്പണത്തെ പ്രകടിപ്പിക്കുന്നതാണ് ആരാധന. When I worship God, ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ, when I bow down and kneel down before him, ഞാൻ ദൈവത്തിന് മുമ്പാകെ കുമ്പിടുമ്പോൾ മുട്ടുകുത്തുമ്പോൾ, I submit myself. ഞാൻ എന്നെ തന്നെ ദൈവം മുമ്പാകെ I സമർപ്പിക്കുകയാണ്. submit myself. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. Worship is an expression of my submission. ആരാധന എന്നത് എന്റെ സമർപ്പണത്തിന്റെ പ്രകടനമാണ്. I am nobody before God. എന്റെ ദൈവത്തിന്റെ മുമ്പാകെ എനിക്ക് മറ്റാരുമില്ല. He is great. അവനാണ് വലിയവൻ. He is in control of my life. എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ So അവനാണ്. every time I worship God, എല്ലായ്പ്പോഴും ഞാൻ അവനെ ആരാധിക്കുമ്പോൾ I express my submission to God. ദൈവത്തോട് ഞാൻ എന്റെ സമർപ്പണത്തെ Dear പ്രകടിപ്പിക്കും. brothers and dear sisters, പ്രിയ സഹോദരി when you സഹോദരന്മാരെ, came and worshipped him this morning, ഇന്ന് പൽക്കാലം നിങ്ങൾ അവനെ ആരാധിക്കാൻ വേണ്ടി കടന്നു did വന്നപ്പോൾ you submit yourself before God? ദൈവത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിച്ചുവോ? Or were you with an arrogant mind? അതോ നിങ്ങൾ അഹങ്കാരമുള്ള അഹംഭാവത്തോടു കൂടിയാണ് ആയിരുന്നത്? Worship expresses our submission to God. ആരാധന എന്നത് നമ്മുടെ സമർപ്പണത്തെ ദൈവത്തോട് പ്രകടിപ്പിക്കുന്നതാണ്. We acknowledge his supremacy over our life. അവന്റെ ഉന്നതിയെ, അവന്റെ വലിപ്പത്തെ നാം അംഗീകരിക്കുന്നതാണ് ആരാധന. We acknowledge that he is the one who is in control of my life. നാം അവൻ എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ അവനാണെന്ന് അംഗീകരിക്കുന്നതാണ് ആരാധന. We acknowledge that we cannot do anything without him. അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് നാം അംഗീകരിക്കുന്നതാണ് ആരാധന. We acknowledge that he alone is great and worthy to be praised. അവൻ മാത്രം വലിയവനും അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനെന്നും നാം അംഗീകരിക്കുന്നതാണ് So ആരാധന. when we come and worship him this morning, ഇന്ന് പകൽക്കാലം നാം അവനെ കടന്നു വന്ന് ആരാധിക്കുമ്പോൾ, every time we come and worship him, അവനെ ആരാധിക്കാൻ കടന്നു വരുമ്പോഴൊക്കെ that was an expression of submission. അത് നമ്മുടെ സമർപ്പണത്തിന്റെ ഒരു പ്രകടനമാണ്. That's why we bow down our heads. അതുകൊണ്ടാണ് നമ്മുടെ തല നാം കുനിക്കുന്നത്. That's why we kneel down before him. അതുകൊണ്ടാണ് അവന്റെ മുമ്പിൽ നാം മുട്ടുകുത്തുന്നത്. That's why we lift our hands before him. അതുകൊണ്ടാണ് അവന്റെ മുമ്പാകെ നാം കരങ്ങളെ ഉയർത്തുന്നത്. Lord, I submit myself. കർത്താവേ, എന്നെ തന്നെ നിന്റെ മുമ്പാകെ Lord, I സമർപ്പിക്കുന്നു. surrender myself. കർത്താവേ, നിന്റെ മുമ്പാകെ ഞാൻ കീഴടങ്ങുന്നു. I acknowledge your greatness. ഞാൻ നിന്റെ മഹത്വത്തെ വലിപ്പത്തെ അംഗീകരിക്കുന്നു. I am grateful to you. ഞാൻ നിന്നൊരു നന്ദിയുള്ളവനായിരിക്കുന്നു. Lord, you are great and you are my master.
കർത്താവേ, നീ വലിയവനും എൻ്റെ യജമാനനുമായിരിക്കുന്നു. Every time we worship, we acknowledge His greatness and we express our submission. നാം ആരാധിക്കുമ്പോഴൊക്കെയും അവൻ്റെ വലിപ്പത്തെയും നാം അംഗീകരിക്കുകയും നാം അവൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുകയും And ചെയ്യാം. finally, അവസാനമായി worship is an act of obedience. ആരാധന എന്നത് അനുസരണത്തിന്റെ പ്രകടനമാണ്. Because God said to us, എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മോട് പറഞ്ഞു, those who worship me should worship in spirit and truth. എന്നെ ആരാധിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും So ആരാധിക്കണം. what does it mean? എന്താണ് അത് It അർത്ഥമാക്കുന്നത്? means that we have to worship Him. എന്തുകൊണ്ടെന്നാൽ നാം അവനെ ആരാധിക്കണം എന്നാണ് That അർത്ഥം. means that we have to worship Him. അത് അർത്ഥമാക്കുന്നത് നാം അവനെ ആരാധിക്കണം. When God said in Deuteronomy chapter 6 verse 5 that we have to worship Him with the whole heart, mind and soul, that means that's a command that we have to worship Him. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ആരാധിക്കണം. And in Gospel of Luke chapter 10 verse 27, Jesus said that we have to worship Him with our whole heart, strength and soul. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. So worship is a command from God. ആരാധന എന്നത് ദൈവത്തിൽ നിന്നുള്ള കൽപ്പനയാണ്. So every time we come and worship Him, we obey. It's an expression of our obedience. നാം അവനെ ആരാധിക്കാൻ കടന്നു വരുമ്പോഴൊക്കെയും നാം അവനെ അനുസരിക്കുന്നതാണ് ആരാധന എന്നത്. It's an expression of obedience. നമ്മുടെ അനുസരണത്തിന്റെ പ്രകടനമാണ് ആരാധന എന്ന് പറയുന്നത്. Because He asked us to worship Him. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മോട് ആരാധിക്കുവാൻ പറഞ്ഞു. That's why He saved us. അതുകൊണ്ടാണ് അവൻ നമ്മെ രക്ഷിച്ചത്. That's why He healed our body. അതുകൊണ്ടാണ് അവൻ നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കിയത്. That's why He has given us sound mind. അതുകൊണ്ടാണ് അവൻ നമുക്ക് സുബോധത്തെ തന്നത്. That's why He has given us healthy hands. അതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യമുള്ള കരങ്ങളെ തന്നത്. That's why He has given us a healthy body. അതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരത്തെ തന്നത്. That's why He provided transportation for us. അതുകൊണ്ടാണ് നമുക്ക് യാത്ര ചെയ്യുവാൻ സൗകര്യം അവൻ ഒരുക്കി തന്നത്. Because He wants us to worship Him. എന്തുകൊണ്ടെന്നാൽ അവനെ ആരാധിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. That's the command from Him. അവനിൽ നിന്നുള്ള കൽപ്പനയാണത്. So every time we come and gather and worship Him, അതുകൊണ്ട് എല്ലായ്പ്പോഴും കടന്നു വന്ന് കൂടി വന്ന് അവനെ ആരാധിക്കുമ്പോൾ that is an act of obedience. അത് അനുസരണത്തിന്റെ പ്രവൃത്തിയാണ്. That's an act of obedience. അതൊരു അനുസരണത്തിന്റെ പ്രവൃത്തിയാണ്. Every time you miss a worship, it's an act of rebellion. നിങ്ങൾ ആരാധന എപ്പോഴും നഷ്ടപ്പെടുമ്പോഴൊക്കെയും അതൊരു മറുതലിപ്പിന്റെ പ്രവൃത്തിയാണ്. Worship is an act of obedience. ആരാധന എന്നത് അനുസരണത്തിന്റെ പ്രവൃത്തിയാണ്. So this morning I taught you 4 reasons why we have to worship Him. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കേണ്ടതിന്റെ കാരണങ്ങളെക്കുറിച്ച് 4 കാരണങ്ങളെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചു. Number 1. ഒന്നാമത്തേത് It's an expression of our gratitude. നമ്മുടെ നന്ദിയുടെ പ്രകടനമാണ് ആരാധന. It's an acknowledgement of God's greatness. ദൈവത്തിന്റെ വലിപ്പത്തെ മഹത്വത്തെ അംഗീകരിക്കുന്നതാണ് ആരാധന എന്നത്. Submission is an expression of our submission to the will of God. ദൈവത്തിന്റെ ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് ആരാധന എന്നത്. And it's an act of obedience. അത് അനുസരണത്തിന്റെ പ്രവൃത്തിയാണ്. So every time you come to worship God, അവനെ ആരാധിക്കാൻ കടന്നു വരുമ്പോഴൊക്കെ remember one thing. ഒരു കാര്യം ഓർക്കുക, This is not a religious duty. ഇതൊരിക്കലും മതപരമായ ഒരു ചടങ്ങല്ല. This is not a religious, this is a part of your religion. ഇത് നിങ്ങളുടെ മതത്തിന്റെ ഒരു ഭാഗമല്ല. This is not a religious ceremony. ഇതൊരിക്കലും ഒരു മതപരമായ ചടങ്ങല്ല. It's an act of gratitude. ഇത് നിങ്ങളുടെ നന്ദിയുടെ പ്രകടനമാണ്. Acknowledgement of greatness. ദൈവത്തിന്റെ വലിപ്പത്തെ അറിയുന്ന മഹത്വത്തെ അംഗീകരിക്കുന്നതാണ്. Appreciation of God's greatness in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ നാം അനുമോദിക്കുന്നതാണ്. An act of obedience. അനുസരണത്തിന്റെ പ്രവൃത്തിയാണ്. And an act of submission. സമർപ്പണത്തിന്റെ പ്രവൃത്തി. I hope once you get this revelation, your attitude toward worship will be revolutionized. ഒരിക്കൽ നിങ്ങൾക്ക് ആരാധനയെക്കുറിച്ചുള്ള ഈ വെളിപ്പാട് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ആരാധനയുടെ ഭാവം മാറും. And God will be pleased in your worship. ദൈവം നിങ്ങളുടെ മുമ്പാകെ ഉയരുവാനിടയായി തീരും. And may God help you to be a true worshipper. ഒരു യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നവളായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ. Not as a religious duty, ഒരു മതപരമായ ചടങ്ങായിട്ട് മാത്രമല്ല, but a way of life. അതെ, ഒരു ജീവിതത്തിന്റെ വഴിയായി, ജീവിത ശൈലിയായി മാറട്ടെ. A style of life. ജീവിതത്തിന്റെ ശൈലിയായി മാറട്ടെ. Let worship be your lifestyle. ആരാധന നിങ്ങളുടെ ജീവിത ശൈലിയായി മാറണം. And may God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. If that's your attitude,
അതാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ His favor will be upon you. അവന്റെ പ്രസാദം നിങ്ങളുടെ മേലുണ്ടായിരിക്കും. His blessings will be upon you. അവന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായിരിക്കും. His presence will be with you. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കും. His protection will be upon your life. നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കും. You will enjoy the provision of God. ദൈവത്തിന്റെ പോഷിപ്പിനെ നിങ്ങൾ ആസ്വദിക്കുവാൻ തുടങ്ങും. May God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.